ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള വീഡിയോയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, സാധാരണ നമ്മൾ ചെയ്യാറുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നോർമലി എന്തെങ്കിലും ക്യാമ്പസ് ടൂർസ് അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ബേസുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അയർലൻഡിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു മിസ് കേരള കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ്. അതിവിടെ ഡബ്ലിനിലാണ് നടക്കുന്നത്. നമ്മുടെ അയർലൻഡ് അതുപോലെ തന്നെ സൂപ്പർ ഡൂപ്പർ ക്രിയേഷൻസ്, അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തപ്പെടുന്നതായിട്ടുള്ള ടൈലെക്സ് മിസ് കേരള അയർലൻഡ് 2024. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇവൻറ്റ് അത് ഈ വരുന്ന ഓഗസ്റ്റ് 17 ഇവിടെ ഡബ്ലിനിലെ സയൻറ്റോളജി ആൻഡ് കമ്മ്യൂണിറ്റി സെൻറ്റർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇവൻറ്റിൻ്റെ മെയിൻ ഗസ്റ്റുകളായിട്ട് അന്നാബെൻ, പിന്നെ രാജീവ് പിള്ളെ, ലിൻറ്റു റോണി, അങ്ങനെ കുറേ ആളുകളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ മിസ് കേരള കോമ്പറ്റീഷന് പുറമെ അന്നത്തെ ദിവസം തന്നെ ഒരുപാട് പാട്ടിൻ്റെ പ്രോഗ്രാംസ്, പിന്നെ ഡാൻസ്, DJ, അങ്ങനെ കുറേ പരിപാടികളും എക്സ്ട്രാ ആയിട്ട് ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ടൈം എന്ന് പറയുന്നത് വൈകിട്ട് 3 മണി തുടങ്ങി രാത്രി 9:30 വരെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റിന് എങ്ങനെയാണ് എടുക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ കയറി നിങ്ങൾക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ 30 സുന്ദരിമാർ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സുന്ദരിമാരുമായിട്ട് ചെറിയൊരു ചാറ്റ്, അതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് സമയം വേസ്റ്റ് ആക്കാണ്ട് നേരെ അവരെയും കണ്ടാലോ? നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു 30 കണ്ടസ്റ്റൻസ്. ഇവരാണ് നമ്മുടെ മിസ് കേരള അയർലൻഡ് 2024 അതിൻ്റെ കണ്ടസ്റ്റൻസ് ആണ്. ഹായ്. അപ്പോൾ എല്ലാവരും ഫുൾ ചാർജ് ആണെന്ന് തോന്നുന്നല്ലോ. എന്തായാലും ഇന്ന് എങ്ങോട്ടായിരുന്നു എല്ലാവരുടെയും ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ? അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് ഇന്നത്തെ സെക്ഷൻ എത്രയും പെട്ടെന്ന് തന്നെ ഫിനിഷ് ആക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി ചായ കുടിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെറിയൊരു Q&A സെക്ഷനാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓരോരുത്തരോടും ചോദിക്കുമ്പോഴത്തേന് അവരുടെ ചെറിയൊരു സെൽഫ് ഇൻട്രോ, പിന്നെ അതുപോലെ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്താണ് ഇങ്ങനൊരു പ്രോഗ്രാമിന് വരാനായിട്ട് നിങ്ങൾക്കൊന്ന് ഒരു പ്രചോദനമായ സംഭവം എന്താണ്? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ, എൻ്റെ പേര് പൊന്നി. നാട്ടിൽ ഞാൻ ഇടുക്കിയിലാണ്. ഇവിടെ ഞാൻ ലിമറിക്കിൽ രജിസ്റ്റേർഡ് നേഴ്സായി വർക്ക് ചെയ്യുന്നു. എൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ അവസരം ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു 3 months ബാക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു. അപ്പോൾ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യുകയും ഇതിൻ്റെ ഓർഗനൈസേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യും. അങ്ങനെ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനകത്തോട്ട് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഹായ്, എൻ്റെ പേര് അഞ്ജു സാജു. ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഇവിടെ അയർലൻഡിൽ വന്നിട്ട് 1.5 വർഷമായി. എൻ്റെ കോളേജ് കാലഘട്ടം മുതലുള്ള ഒരു വലിയ ആഗ്രഹമാണ് മോഡലിംഗ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാനത് യൂസ് ചെയ്യും. താങ്ക് യു. ഹലോ, എൻ്റെ പേര് താര. തൃശ്ശൂരാണ് എൻ്റെ സ്വദേശം. പക്ഷേ ഞാൻ അയർലൻഡിൽ ഒരു 20 വർഷമായിട്ട് ആണ് ജീവിക്കുന്നത്. The main reason I participated in Miss Kerala is for growth. I believe that this platform is a great opportunity to grow not only in confidence but also in friendship as well. So I thank all the organizers for making this dream come true. ഹലോ, മൈ നെയിം ഈസ് റിയ. എൻ്റെ സ്വദേശം തിരുവല്ലയാണ്. ഞാൻ രജിസ്റ്റേർഡ് നഴ്സായി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇതിൽ വരാനുള്ള കാരണം, എനിക്ക് മോഡലിങ്ങും ഫോട്ടോഗ്രാഫി ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ആൻഡ് മോർ ഓവർ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പോസ് യുവർ സെൽഫ് ടു സച്ച് എ പ്ലാറ്റ്ഫോം. ആൻഡ് താങ്ക് യു. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പം എന്തായാലും താങ്ക്സ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡിഡ് യു നോ അബൌട്ട് ദിസ് ഇവൻറ്റ്? അപ്പോൾ ഈ ഒരു ഇവൻറ്റിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? ഹായ് ഓൾ, ദിസ് ഇസ് ഷൈനി ഹിയർ. ബേസിക്കലി ഞാൻ ഇടുക്കിയിൽ നിന്നാണ്. ഇവിടെ ഞാൻ കോർക്കിലാണ് താമസിക്കുന്നത്. ഞാൻ അയർലൻഡിൽ വന്നിട്ട് അറൗണ്ട് 5 ഇയേഴ്സായി. ഞാനിപ്പം ക്ലിനിക്കൽ നഴ്സ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഇവൻറ്റിനെ കുറിച്ച് ഞാൻ അറിയുന്നത് FBയിലെ ഒരു പോസ്റ്റ് വഴിയായിട്ടാണ്. സോ ഞാനും എന്താ പറയുന്നത്, എൻ്റെ കോളേജ് ടൈമിലും ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഇതുപോലൊരു ബ്യൂട്ടി പേജൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയില്ല. ദെൻ അയർലൻഡിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. ഐ നോ ഇൻ അതർ കൺട്രീസ് ഇതുപോലത്തെ കുറേ ഈവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അയർലൻഡിൽ ആദ്യമായിട്ടാണ്. സോ ആസ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് ഫോർ സോ ലോങ്, I thought I can just participate in this. Okay, thank you. Yeah. ഹായ്, മൈ നെയിം ഇസ് റിറ്റി. ഐ എം ഫ്രം തിരുവല്ല. ഞാനിവിടെ രജിസ്റ്റേർഡ് നഴ്സായി ഡബ്ലിനിൽ വർക്ക് ചെയ്യുന്നു. 2 വർഷമായി അയർലൻഡിൽ വന്നിട്ട്. ഞാൻ ഈ ഷോയെ പറ്റി അറിഞ്ഞത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വഴിയാണ്. ഹർ നെയിം ഈസ് മെർലിൻ. ഇഫ് ഷീ ഈസ് വാച്ചിങ് മീ, ഷീ ഈസ് ദ സോൾ റീസൺ ദാറ്റ് ഐ എം ഹിയർ ടുഡേ. അവൾ എനിക്ക് ആ പോസ്റ്റ് സെൻഡ് ചെയ്തിട്ട് പറഞ്ഞു, ഐ തിങ്ക് യു ക്യാൻ ഡു ദിസ് റിറ്റി. ദാറ്റ്സ് വൈ ഐ എം ഹിയർ ടുഡേ. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ഷോ. താങ്ക് യു.
ഹായ് ഓൾ, എൻ്റെ പേര് കാജൽ. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വന്നിട്ട് 3-4 മാസമായതേ ഉള്ളൂ. സോ ഞാൻ ബേസിക്കലി ഇവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ് ക്യാബിനിൽ. സോ ഞങ്ങൾക്കൊരു ക്യാബിനിൽ ബേസിക്കലി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലൊരു ഗ്രൂപ്പിൽ ലൈക്ക് ഇതൊരു പോസ്റ്റായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സോ ഓൾറെഡി ഞാൻ 2-3 ലൈക്ക് ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ കുറേ ആൾ എന്നെ കോൺടാക്ട് ചെയ്തു. സോ ഇങ്ങനെ ഒരു ബ്യൂട്ടി പാറ്റേൺ വരുന്നുണ്ട്. സോ എനിക്ക് ഇങ്ങനെ ഒരു ലൈക്ക് ഫാഷൻ മോഡലിംഗ് ഭയങ്കര ക്രേസ് ആയിരുന്നു. ബട്ട് നെവർ ഒരു പ്ലാറ്റ്ഫോം അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ ബിലീവ് ഐ ക്യാൻ ഹിയർ. സോ ദാറ്റ്സ് വൈ ഐ എം ഹിയർ ടുഡേ. താങ്ക് യു. ഹലോ, എൻ്റെ പേര് നീതു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഒരു കാലം തൊട്ടിയുള്ളൊരു ഡ്രീമായിരുന്നു ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കുക എന്നുള്ളത്. പക്ഷെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. അപ്പോൾ ഞാൻ ഈ ഡ്രീംസൊക്കെ ഇങ്ങനെ കുഴിച്ചു മൂടിയിട്ടേക്കായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽ വഴിയിട്ട് ആണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് ബിബിനെ കോൺടാക്റ്റ് ചെയ്തതും ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടിയതും. അപ്പം അതാണ് സോൾ റീസൺ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കേട്ട പോലെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് അത് എപ്പോഴായെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാനുള്ളൊരു പാത്ത് എപ്പോഴായാലും കിട്ടും. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ ദാറ്റ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് യു എവർ തിങ്ക് സംതിങ് ലൈക്ക് ദിസ് വിൽ എവർ ഹാപ്പൻ ഇൻ അയർലൻഡ്? ഹായ്, എൻ്റെ പേര് രോഷ്നി. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അയർലൻഡിൽ വന്നിട്ട് 3 വർഷമായി. ഞാനിവിടെ ഒരു കമ്പനിയിൽ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യാണ്. ഇങ്ങനെ ഒരു ഇവൻ്റ് അയർലൻഡിൽ നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ 1 വർഷം മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് അയർലൻഡിൽ ഇങ്ങനെ എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടോ എന്ന്. ഞാൻ മെയിൽ അയച്ചതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്, വെറുതെ പറയല്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1 വർഷത്തിന് ശേഷം ഇങ്ങനൊരു അവസരം എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിത് അറിഞ്ഞത്. അപ്പം ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മിസ് ചെയ്യരുത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് ജിനി ജോവി. ഞാനിവിടെ ഡബ്ലിനിൽ PG സ്റ്റുഡൻ്റ് ആണ്. സ്വദേശം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്. അപ്പോൾ അയർലൻഡിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി. ഇതുവരെ ഇങ്ങനൊരു പരിപാടി നടന്നിട്ടേ ഇല്ല. ആൻഡ് ഇവൻ്റെ കുറേ ഫാഷൻ ഷോസും അല്ലാണ്ട് കുറേ പരിപാടികളും നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റീസിനാണ് ഒത്തിരി പരിപാടികളുണ്ടെങ്കിലും ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഒരു ബ്യൂട്ടി പാജൻറ്റ് നടക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് അത് അറിഞ്ഞപ്പോൾ വിതൗട്ട് എനി ഡൗട്ട് ഞാൻ ഇതിൽ രജിസ്റ്റർ ചെയ്തതും ഇതിൽ ഇറങ്ങി പുറപ്പെട്ടതും. സോ it's a great opportunity for everyone. Thank you. ഹായ് ഓൾ, എൻ്റെ പേര് വർഷ. ഞാൻ ആലപ്പുഴയാണ് എൻ്റെ സ്വദേശം. സെയിം ജിനി പറഞ്ഞ പോലെ തന്നെ ഞാനും ഇവിടെ ഒരുപാട് ഫാഷൻ ഷോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് മിസ് കേരള അയർലൻഡ് നടത്തുന്നു എന്ന് അറിഞ്ഞതും. പിന്നെ ആ ടൈമിലാണ് ഞാൻ ആക്ച്വലി യൂട്യൂബിൽ സെർച്ചും ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ആണോ? കാരണം എനിക്കൊരു ഇൻട്രോ പറയണമെങ്കിൽ ഞാൻ ആലോചിച്ചു ഫസ്റ്റ് ടൈം അയർലൻഡിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അതിന് ഞാനിത് ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഇതുവരെ ആരും ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടില്ല എന്ന് തോന്നി. അങ്ങനെയാണ് ആ ഒരു സെയിം ഇൻട്രോ ഞാൻ അതിന് കൊടുത്തതും. നമസ്കാരം, എൻ്റെ പേര് ലിൻസി ജോൺ. ഞാൻ അയർലൻഡ് വന്നിട്ട് 8 വർഷമായി. എൻ്റെ പഠിക്കുന്ന കാലം മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ബ്യൂട്ടി പേജൻറ്റിൽ പങ്കെടുക്കുക എന്നുള്ളത്. പക്ഷേ നമ്മൾ പറയത്തില്ല നമ്മുടെ ഡ്രീം കം ട്രൂ വൺ ഡേ എന്ന്. അപ്പം അത് എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ അറിഞ്ഞത് ഇതുപോലൊരു ബ്യൂട്ടി പാജൻറ്റ് നടത്തുന്നുണ്ട്, ഒരു കോമ്പറ്റീഷനാണ്. അപ്പം അങ്ങനെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. താങ്ക് യു. എല്ലാവർക്കും അതാണ്, എല്ലാവർക്കും ഓരോരോ കഥകളാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇനിയിപ്പം നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ എന്താണ് നിങ്ങൾക്ക് സൊസൈറ്റിയോട് പറയാനുള്ളത്? ഹായ്, എൻ്റെ പേര് സ്നേഹ സിബി ജോർജ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഐ എം എ നേഴ്സ് ബൈ പ്രൊഫഷൻ. അപ്പം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനോട് നമുക്ക് സൊസൈറ്റിനോട് പറയാനുള്ളത്, നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല. വേറെവർ വി ആർ, വാട്ട് എവർ വി ഡു, നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല. നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയേറെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ബ്യൂട്ടി പേജൻറ്റിനോട് നമുക്ക് സൊസൈറ്റിനോട് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ശ്രീ പാർവതി അനീഷ്. ഞാൻ തിരുവനന്തപുരമാണ് എൻ്റെ നാട്. ഇവിടെ ഡബ്ലിനിൽ വന്നിട്ട് 6 വർഷമായി. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇതിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം എനിക്ക് സ്വയം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല കാര്യങ്ങളും നമുക്കെപ്പോഴും പറയാറുണ്ട്, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ നമ്മൾ ആ ലിമിറ്റേഷൻസിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന് ചിന്തിച്ച് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ലൈഫിലും നമ്മുടെ ജീവിതത്തിൽ വി ആർ അച്ചീവിങ് സംതിങ് ആൻഡ് വി ആർ ലേണിംഗ് സംതിങ് ത്രൂ ഇറ്റ്. സോ സക്സസ് ഹോപ്പ്ഫുള്ളി വട്ട് എവർ ഇറ്റ് കംസ്, ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ടു ബി. സോ അതെനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ഷൈനി. ഞാൻ ട്രിവാൻഡ്രം സ്വദേശിയാണ്. ഞാൻ അയർലൻഡിൽ MSc നേഴ്സാണ്. എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. സോ
by participating in this pageant, എനിക്ക് സമൂഹത്തോട് സൊസൈറ്റിയോട് പറയാനുള്ളത് വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് പെർസിസ്റ്റൻസ് യു ക്യാൻ അച്ചീവ് വാട്ട് യു വാണ്ട് ഇൻ ലൈഫ് ആൻഡ് ഓൾസോ മീ ആസ് എ പേഴ്സൺ ഐ വുഡ് ലൈക്ക് ടു ബി എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഇൻ മൈ കമ്മ്യൂണിറ്റി ആൻഡ് ദെൻ by me being able to achieve my dream can help other women to do that as well. Thank you. നമസ്കാരം, എൻ്റെ പേര് നയൻതാര. ഞാൻ നാട്ടിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഇവിടെ വന്നിട്ട് 5 വർഷമായി. ഇവിടെ ഒരു ക്ലിനിക്കൽ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു കോർക്കിൽ. ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ലോകത്തിലെ ഏത് കോണിലായാലും എവിടെ പോയാലും ഒരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പം ഇഫ് യു വോണ്ട് ടു ഡു ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അതിന് ടൈം ആൻഡ് പ്ലേസ് ഡസൻറ്റ് മാറ്റർ. സോ താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ഗ്രൂമിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ വർക്ക്ഷോപ്പ് സെക്ഷൻ, അപ്പോൾ അതിനെക്കുറിച്ച്, പിന്നെ അതുപോലെ നമ്മുടെ ഈ ഓർഗനൈസേഴ്സ്, അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഒരു ചെറിയ 2 വാക്ക്. ഹായ്, ഞാൻ ഡെനി, നാട്ടിൽ തൃശ്ശൂരാണ് വീട്. ഇവിടെ 17 വർഷമായി അയർലൻഡിൽ നഴ്സിംഗ് ആണ് എൻ്റെ പ്രൊഫഷൻ. ഞങ്ങളുടെ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും ഞങ്ങൾ ഈ പങ്കെടുക്കുന്ന 30 പേരിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മിക്കവാറും പേരുടെ. ചിലർ നേരത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭൂരിഭാഗം പേരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ ഇറ്റ്സ് എ ബിഗ് എക്സ്പോഷർ ടു ഗൈഡ് അസ്. ദി ഓർഗനൈസേഴ്സ് ആർ പുട്ടിങ് എ ഗ്രേറ്റ് എഫേർട്ട്. വി ആർ ഓൾ വെരി താങ്ക്ഫുൾ ടു ദാറ്റ്. നമ്മളുടെ ഗ്രൂമിങ് സെഷൻ, നമ്മുടെ വാക്കാണെങ്കിലും നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. സോ എ സ്പെഷ്യൽ താങ്ക്സ്, എ വെരി വെരി സ്പെഷ്യൽ താങ്ക്സ് ഗോ ടു ഓൾ ദി ഓർഗനൈസേഴ്സ് ഫ്രം 30 contestants like to Super Duper, Namade Ireland, Ants Apparels and Suji Nulum. A big thank you for all this great effort you are putting into this grooming session. Thank you. ഹായ്, ശരിക്കും എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഈ ഓർഗനൈസേഴ്സിനോട് തന്നെയാണ്. ഇന്നലെ ഞാൻ എങ്ങനെയാണോ വന്നത്, ഇന്ന് ഞാൻ ഇവിടുന്ന് എങ്ങനെയാണോ പോകുന്നത്, അത് ആ ഒരു ഡിഫറൻസ് എനിക്ക് മാത്രമാണ് അറിയുന്നത്. അപ്പോൾ അതിന് അവരോടാണ് എനിക്ക് ബിഗ് താങ്ക്സ് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ഒരു പുതിയൊരു അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എക്സ്പോഷറാണിത്. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഓർഗനൈസേഴ്സ് ഉൾപ്പെടെ അവരെല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പോൾ താങ്ക്സ് മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് മിന്നു മരിയ യോയാക്കിം. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. അയർലൻഡ് വന്നിട്ട് 2 വർഷമായി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്, ഇന്നലെ വന്ന ഞങ്ങളല്ല ഇന്ന്. അതായത് വർക്ക്ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഓർഗനൈസേഴ്സ് പറഞ്ഞിരുന്നു, നാളെ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് പോലെ ആയിരിക്കില്ല, നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടാകും, നിങ്ങൾക്ക് തന്നെ നന്നായി എന്ന് പറയാൻ നിങ്ങൾക്ക് സ്വയം തോന്നും. അതുപോലെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. കാരണം ഇന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഇന്നലെ വന്ന ഞങ്ങളല്ല ഇന്ന്, ഞങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു. ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ മറ്റെല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയും. താങ്ക് യു. ഞാൻ ഉണ്ണിമായ, കണ്ണൂരുകാരിയാണ്. ഓർഗനൈസേഴ്സ് ആക്ച്വലി കിഡിലും പരിപാടിയാണ് ചെയ്തിറക്കണം. ഒന്നാമത് അവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർക്ക് ഈ മലയാളി സംഘടന വേണം, അവർക്കൊരു ആ കൂട്ടായ്മ വേണം എന്നുള്ള അവരുടെ ആ ഒരു തിങ്കിങ്, അത് വലിയൊരു പ്രചോദകം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ അവരുടെ ആ ഒരു എഫേർട്ട് ആയിക്കോട്ടെ, അവർ ഓരോ ആൾക്കാരും ട്രെയിൻ ചെയ്യണ രീതി ആയിക്കോട്ടെ, നമ്മളുടെ തെറ്റുകളായിക്കോട്ടെ ശരികളായിക്കോട്ടെ നല്ല രീതിയിലാണ് പറഞ്ഞിരുന്നത്. വലിയ ഹാറ്റ്സ് ഓഫ് ആണ് അവർക്ക്. ആരും കൊണ്ടും ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. താങ്ക് യു. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവരിപ്പോൾ ഓൾറെഡി ഇപ്പം ട്രെയിനിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പം ഈ 30 പേര് എല്ലാവരും ഒരു ഫാമിലി പോലെ എല്ലാവരും ഒന്നിച്ചാണ് ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഒരു 2 വാക്ക്. ഹായ്, എൻ്റെ പേര് ശ്രേയ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഞാൻ മീറ്റ് ചെയ്ത 29 അതർ കണ്ടസ്റ്റൻറ്റ് വെരി പാഷനേറ്റ് ആണ്. അവർക്ക് എന്താ വേണ്ടത് ലൈഫിൽ നിന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിനു വേണ്ടി ഗ്രൂം ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും ഇവിടെ അവർ തരുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, എൻ്റെ പേര് ഹെലോയിസ് ബീന തോമസ്. ഞാനൊരു കൊല്ലം സ്വദേശിനിയാണ്. ഇവിടെ വെക്സ്ഫോർഡിൽ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്നു. ഇന്നലെ വന്നപ്പം ഐ വാസ് ക്വൈറ്റ് നെർവസ്, ബാക്കി 29 പേര് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ബട്ട് വിതിൻ ഒരു കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാവരും സിങ്കായി, എല്ലാവരുടെയും വൈബ് ഒരുപോലെ, എല്ലാവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിൽ മുന്നോട്ട് തന്നെയാണ്. സോ ഒരു ഫാമിലി പോലെ തന്നെയായി. താങ്ക് യു. ഹായ്, എൻ്റെ പേര് അലീഷ. ഞാൻ 7 വർഷമായിട്ട് അയർലൻഡിലാണ്. നാട്ടിൽ എറണാകുളത്ത് നിന്ന് വരുന്നു.
ഞാനൊരു ലോ ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഇന്നലെ ഈ പരിപാടിക്ക് വന്നപ്പോൾ ഇതുപോലെ എനിക്കിന്നത്തെ 1-2 പേരെയാണ് പേഴ്സണലി നേരത്തെ അറിയത്തുള്ളൂ. ബാക്കി എല്ലാവരും എനിക്ക് ന്യൂ ഫേസസ് ആണ്. ആൻഡ് ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഹെൽപ്പ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് ഒരു ജലസിയുടെ ഒരു എലമെൻ്റ് ഒന്നുമില്ലാതെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ഒരു കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും നമ്മൾ ഓൾറെഡി ഒരു ഫാമിലി പോലെ ആയി കഴിഞ്ഞു. അതിലൊത്തിരി സന്തോഷം. ഒരേ ചിന്താഗതിയുള്ള ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഹായ്, എൻ്റെ പേര് ഹണി. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഇവിടെ അയർലൻഡിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം എൻ്റെ അതേ മൈൻഡിലുള്ള കുറേ പേരെ കിട്ടി. നല്ല കുറേ കൂട്ടുകാരെ കിട്ടി. എല്ലാവരും അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ എല്ലാവരുമായിട്ട് സിങ്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് കുറച്ച് നല്ല കൂട്ടുകാരെ കിട്ടിയെന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ജാൻസി. ഞാൻ ഗോൾവയിൽ നിന്നാണ് വരുന്നത്. ബൈ പ്രൊഫഷൻ ഞാനൊരു മിഡ് വൈഫാണ്. ഇവിടെ വന്നിട്ട് ഇന്നലെ വൈകിട്ട് വീട്ടിൽ പോയിട്ട് എൻ്റെ ഹസ്ബൻഡും 3 കുഞ്ഞുങ്ങളും വീട്ടിലുണ്ട്. ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 29 സുന്ദരികളെ ഒരുമിച്ച് കാണുന്നതെന്നാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അസ് യൂഷ്വൽ വേറെ എന്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഇതൊരു കോമ്പറ്റീഷൻ പോലെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇവരെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഫ്രണ്ട്ലി ആയിട്ട് 30 ഫ്രണ്ട്സിനെ കിട്ടിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ, താങ്ക്സ് ഫോർ ദാറ്റ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു മിസ് കേരള ഈ ഒരു കോമ്പറ്റീഷന് വരാൻ നേരം നിങ്ങളുടെ ഫാമിലി അതുപോലെ തന്നെ ഫ്രണ്ട്സ് അവരുടെയൊക്കെ സൈഡിൽ നിന്ന് എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊന്ന് പറയുമോ? യെസ്. ഹായ് ഓൾ, എൻ്റെ പേര് അമല. ഞാൻ കോട്ടയം ഉഴവൂർ സ്വദേശിനിയാണ്. അയർലൻഡിൽ ക്ലോൺമലിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുന്നു. ഫാമിലി ആൻഡ് ഫ്രണ്ട്സൊക്കെ ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാനായിട്ട്. ബട്ട് മോർ ദാൻ ദാറ്റ് ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ സപ്പോർട്ടഡ് മൈസെൽഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാൻ ഞാൻ തന്നെയാണ് എന്നെ പുഷ് ചെയ്തത്. ഞാൻ തന്നെയാണ് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. സോ ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്, എല്ലാവരും അവരവരെ പുഷ് ചെയ്യുക, എല്ലാവരും അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരിക, എല്ലാവരും ഇങ്ങനൊരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ മനസ്സിലാക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. Hi, I'm Andrea. I'm 20 years old and I'm studying business and accounting here. My parents and my friends have all been really supportive. Obviously, I enjoy this kind of stuff, but I would have never pushed myself to actually pursue it. But thanks to my parents and my friends, I was able to kind of step out of my comfort zone and be here. Yeah, thank you. ഹലോ, മൈ നെയിം ഈസ് ഗീതു. ഐ കം ഫ്രം കോട്ടയം. ഞാൻ പറയുന്നത് നമ്മുടെ മോട്ടിവേറ്റർ നമ്മൾ തന്നെയാണ്. ആദ്യം നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് നമ്മൾ പുറത്ത് കൊണ്ടുവരിക, നമ്മുടെ ഉള്ളിലെ ടാലൻസിനെ പുറത്ത് കൊണ്ടുവരിക, നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുവരിക. ഒരുപാട് എനിക്ക് സപ്പോർട്ട് എൻ്റെ ഫ്രണ്ട്സും എനിക്ക് എൻ്റെ റിലേറ്റീവ്സ് ആൻഡ് ഓൾ എവരി വൺ തന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഉള്ളിലെ മോട്ടിവേഷൻ, നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ട്രസ്റ്റ് ഇൻ മൈ സെൽഫ്. ഹലോ, എൻ്റെ പേര് ജിനു. ഞാൻ നാട്ടിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഇതിൽ ഞാൻ എത്തിച്ചേർന്നത് ഭയങ്കര ഒരു സംഭവം. ബിക്കോസ് ഞാൻ ഇതിൽ വരില്ല എന്ന് പറഞ്ഞ് നിന്നപ്പം എൻ്റെ ഫ്രണ്ട്സാണ് ഇതിൽ രജിസ്റ്റർ ചെയ്ത്. ആൻഡ് അവരാണ് ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് സംസാരിച്ച് ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പം കോർഡിനേറ്ററിനെ എന്നെ വിളിപ്പിച്ച് കൺവിൻസ് ചെയ്യിപ്പിച്ച് വന്നത്. പക്ഷേ ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ് ദാറ്റ് ഐ പുഷ് മൈ സെൽഫ് ടു കം because I met so many nice friends, and for the next time this happens you have 30 people over here who will always push you also, and in case anybody needs us, we are here as self motivators to just push you all for everything that you need. So thank you. ഹായ്, എൻ്റെ പേര് അരുണിമ. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഇന്നലെ വരെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയായി. ഞാൻ വിചാരിച്ചു അയ്യോ നീ വേണോ എന്ന് അവർ പറയുമായിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല, അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഞാൻ സ്വന്തം എടുത്ത തീരുമാനമാണ് ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതും തീരുമാനം എടുക്കുക എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു, സെൽഫായിട്ടൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ ധൈര്യപൂർവ്വം ആ ഡിസിഷൻ എടുത്തു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കയറി വന്നതാണ്. സോ ഐ എം സോ ഹാപ്പി. താങ്ക് യു. അപ്പോൾ താങ്ക്സ് ഫോർ ദാറ്റ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു 30 സുന്ദരിമാർ പറഞ്ഞ പോലെ തന്നെ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ അതൊന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് എന്തായെങ്കിലും നമുക്കത് പോസിബിൾ ആണ്. അതിന് വേണ്ട ഒരു സെൽഫ് എഫോർട്ട് അത് നമ്മൾ ഇടുക, അത് മാത്രമേ ഉള്ളൂ. 30 ആളുകൾക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾറെഡി പറഞ്ഞല്ലോ ഇതിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യം. വരുന്ന ഓഗസ്റ്റ് 17-നാണ് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ വീഡിയോയിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ, അതുപോലെ തന്നെ ഓക്കെ. അപ്പോൾ ബൈ.